ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഫോർ യു വേഴ്സസ് ഫീലിങ്സ് ഫോർ യുവർ തേർഡ് പാർട്ടി. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കാർഡ്സ് സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്ത് 4 കാർഡ് വീതം എടുത്തിട്ടുണ്ട്. ഇത് റോസ് കോട്ട്സ് ഏഞ്ചൽ ഇരിക്കുന്ന നിങ്ങളോടുള്ള ഫീലിങ്സും ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ വെച്ചിരിക്കുന്നത് അവരോടുള്ള തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സുമാണ്. ഓക്കെ, ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ഓക്കെ, നിങ്ങളെ മിസ്സിങ് എനർജിയിൽ കാണുന്നതായിട്ടാണ്. അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നൊസ്റ്റാൾജിക്കായിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുമൊത്ത് അവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോളജിയൊക്കെ ആയിട്ട്, ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരണം, ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ കാണാൻ വരണം എന്നൊക്കെ അവരാലോചിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവർക്ക്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളോടുള്ള സ്നേഹം, അതിൽ തന്നെ കാണുന്നു. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. നമസ്കാരം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് അവിടെ ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊരു ഹീലിങ്ങിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ കൂടുതലായിട്ട് ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്ന കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഡെത്തിൻ്റെ കാർഡ് വെച്ചിട്ട് ചിലരെങ്കിലും അവരുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവിടെ കാണുന്നു. ഇത് നിങ്ങളോടൊപ്പം ആയിരിക്കാം, നിങ്ങളുടെ തേർഡ് പാർട്ടിയോടൊപ്പം ആയിരിക്കാം കേട്ടോ. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമ്മുടെ ചാനലിൽ നോക്കിക്കോളൂ. നിങ്ങളോടാണോ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൂടെ ആണോ അവർക്കൊരു ന്യൂ ബിഗിനിങ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ലോങ് വീഡിയോയിൽ നോക്കാം. അതേപോലെ ചിലരുടെ ലൈഫിൽ ഒരുപാട് ഈഗോ ഇഷ്യൂസ്, അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടും കാണുന്നു. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലായ്മ, ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവരവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ അവിടെ ഒരു ബന്ധമുള്ളൂ എന്നാണ് കാണുന്നത്. പലരും ലോങ് ഡിസ്റ്റൻസിലും ആണ് എന്നും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, അത് അവിടെ നിങ്ങളുടെ പ്രസൻസാണ് കാണുന്നത്. ഓക്കെ.